ഹായ് ഹലോ നമസ്കാരം. ക്രംബ് ഓഫ് കേക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ടീ ടൈം സ്നാക്കായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവന്റെ പേരാണ് ടൂട്ടി ഫ്രൂട്ടി ലോഫ് കേക്ക്. അപ്പൊ എങ്ങനെ ഉണ്ടാക്കല്ലേ? ആദ്യം തന്നെ നമുക്ക് അവൻ 170 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇതിനായിട്ട് നമുക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി റെഡിയാക്കി എടുക്കാം. ഇത് 130 ഗ്രാം ആണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ബൗളിലേക്ക് ഇടാം. ഇനി ഇത് സോക്ക് ചെയ്യാൻ ആവശ്യമായ ഫ്രൂട്ട് ജ്യൂസ് ആണ് വേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് ഫ്രഷ് ജ്യൂസ് ഉണ്ടെങ്കിൽ അതെടുക്കാം. ഞാനിവിടെ ട്രോപ്പിക്കാനൻ്റെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 2 ടീസ്പൂൺ എടുത്തിട്ട് നമുക്ക് ഈ ടൂട്ടി ഫ്രൂട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു 10 മിനിറ്റ്സ് വെച്ചാൽ മതിയാവും. ഇനി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള എഗ്ഗ് റെഡിയാക്കി എടുക്കാം. ഇതിനകത്തോട്ട് ഒരു എഗ്ഗ് മാത്രമേ ആവശ്യമുള്ളൂ. ഒരു ലാർജ് എഗ്ഗും പിന്നെ ഒരു എഗ്ഗിൻ്റെ യോക്കുമാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്കത് റെഡിയാക്കി എടുക്കാം. സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്തിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി ഒരു ബൗളെടുത്ത് നമുക്കതിലേക്ക് 110 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ആഡ് ചെയ്യാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം എടുക്കാനായിട്ട്. ഞാൻ അമൂലിൻ്റെ ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി 85 ഗ്രാം ഐസിങ് ഷുഗർ ആഡ് ചെയ്യാം. ഇനി ഒരു വിസ്ക് ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് കമ്പൈൻ ആവുന്ന വരെ മിക്സ് ചെയ്താൽ മതി. ബട്ടറിന്റെ കളർ ഒരു ലൈറ്റ് ഷെയ്ഡ് ആവുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള എഗ്സ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 110 ഗ്രാം പ്ലെയിൻ ഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. പ്ലെയിൻ ഫ്ലോർ എന്ന് പറയുമ്പോൾ മൈദയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. നന്നായി അരിച്ചെടുത്ത മൈദയാണ്. ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വരെ മിക്സ് ചെയ്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ആയാലും മതി. പൈനാപ്പിൾ എസൻസ് ആണെങ്കിൽ ടേസ്റ്റ് ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ബാറ്ററാണ്, അധികം ലൂസ് അല്ല. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടീസ് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊരു ബേക്കിംഗ് ഡിഷിലോട്ട് മാറ്റിയെടുക്കാം. ഞാനിവിടെ ഡിസ്പോസിബിൾ പേപ്പർ ലോഫ് പാൻ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഓവനിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ വെക്കാം. മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ബിഗിനേഴ്സിനും എക്സ്പേർട്സിനും ഒരേപോലെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണിത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ
തീർച്ചയായും ലൈക്ക് ചെയ്യണേ. പോരാത്തതിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.